കായംകുളത്ത് ഹോട്ടൽ ഉടമകൾക്കും ഹോട്ടൽ ജീവനക്കാർക്കുമായി ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെയും മൈക്രോ ഹെൽത്ത് ലാബോറട്ടറീസിന്റെയും നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെയും മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസിന്റെയും നേതൃത്വത്തിലാണ് ഹോട്ടൽ ഉടമകൾക്കും ഹോട്ടൽ ജീവനക്കാർക്കുമായി ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാവൽ നിസാം ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും നമുക്കറിയാം, ഭക്ഷ്യ വസ്തുക്കൾ വിതരണം ചെയ്യുന്നവരാണ് നാടിന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരും. പക്ഷേ ഏതെങ്കിലും അവസ്ഥയിൽ അവർക്കൊരു കൈപ്പിഴവ് പറ്റിപ്പോയാൽ അതിനെ പിടിച്ചുകൊണ്ട് അവരെ തേജോവധം ചെയ്യുന്ന ഒരു രീതിയാണ് സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അവരെ തേജോവധം ചെയ്തുകൊണ്ട് ആ സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതാണ് ചിലരുടെയൊക്കെ ഒരു ധാരണ. നമ്മുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേണ്ടി കാർഡ് എടുക്കാൻ ചെല്ലുമ്പോൾ പുറത്ത് ചിലപ്പോൾ 1000 രൂപ വരെ ഈടാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇത്തരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ മുനിസിപ്പൽ നഗരസഭാ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് അവരെ ആരും ഒന്നും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. കാരണം ഇത് K-SWIFT വഴി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് ശരിക്കും ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ അവർക്ക് കഴിയൂ. അതിനൊരു പ്രത്യേകമായ ഒരു വ്യവസ്ഥയുണ്ട്. ഏരിയ പ്രസിഡന്റ് SP നസീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോയി മഡോണ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി സത്താർ നൂറുദ്ദീൻ, രമേശ് ചാരിയാസ്, ബദറുദ്ദീൻ മലബാർ, വിജയകുമാർ ശ്രീകൃഷ്ണ, വിവേകാനന്ദൻ പാട്ടത്തിൽ, പ്രവീൺ കുമാർ, മഞ്ജിമ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാ പയ്യെ ആദരിച്ചു. ഡോക്ടർ ഇസ്മായിൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.